സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ ബോട്ട് മറിഞ്ഞ് ഒരാൾ മരിച്ചു, 3 പേരെ രക്ഷപ്പെടുത്തി. ഷഫീദ് റാവുത്തർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, എന്തായിരുന്നു ഈ അപകടത്തിന്റെ കാരണം? ഈ ആവർത്തിച്ച് അപകടമുണ്ടാകുന്നൊരു മേഖലയാണ്, എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു ജീവൻ നഷ്ടപ്പെടുന്ന സംഭവം ആവർത്തിച്ചത്? വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ ആവർത്തിച്ച മത്സ്യത്തൊഴിലാളികൾക്ക് അപകടം പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ മുതലപ്പൊഴി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ ഹാർബർ പണിതതിനു ശേഷം തുടർച്ചയായി ഇക്കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇവിടെ വള്ളം അപകടത്തിൽപ്പെടുകയും മത്സ്യത്തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ നിൽക്കുന്ന, അതായത് ഈ കാണുന്ന പ്രദേശത്താണ്, ഹാർബറിലേക്ക് എൻ്റർ ചെയ്യാൻ കഴിയുന്ന ഈ പ്രദേശത്താണ് സ്ഥിരമായി അപകടം ഉണ്ടാകാറും. ഇന്നും പുലർച്ചെ സമാനമായി ഇവിടെ വെച്ച് തന്നെയാണ് വള്ളം മറിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. 2 വള്ളങ്ങൾ ഇന്ന് മുതലപ്പൊഴിയിൽ മറിഞ്ഞു. അതിൽ ഒന്നാമത്തെ വെള്ളത്തിൽ 4 മത്സ്യത്തൊഴിലാളികളുണ്ടായിരുന്നു. അതിൽ 3 പേരെ രക്ഷപ്പെടുത്തി. അവരെ 2 പേരെ ചെറിയങ്കി ആശുപത്രിയിലും ഒരാളെ കഴക്കൂട്ടം സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പക്ഷേ കഴക്കൂട്ടം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന എബ്രഹാം, 5 തെങ്ങ് സ്വദേശിയായിട്ടുള്ള എബ്രഹാമിനാണ് ജീവൻ നഷ്ടമായത്. തൊട്ടു പിന്നാലെ ആ വെള്ളത്തിൽ നിന്ന് കാണാതായ 4-മൻ പിന്നീട് പിന്നാലെ വന്ന മറ്റൊരു വള്ളത്തിൽ രക്ഷപ്പെടുകയായിരുന്നു. അതിനുശേഷം ഒരു വള്ളം കൂടി മുതലപ്പൊഴിയിൽ മറിഞ്ഞു. പക്ഷേ സാഹസികമായി ആ വള്ളത്തിലുണ്ടായിരുന്ന ഒരു മത്സ്യത്തൊഴിലാളി മാത്രമായിരുന്നു. പുള്ളിയും ഇപ്പോൾ കരയിലേക്ക് എത്തി എന്നുള്ളതാണ് നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്ന വിവരം. പക്ഷെ അപ്പോഴും 2 വള്ളങ്ങൾ മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരു മത്സ്യത്തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമായി എന്നുള്ള സംഭവം മുതലപ്പൊഴിയിൽ വീണ്ടും വേദനയാകുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഈ ഇന്നലെ കുറച്ച് മഴ കുറഞ്ഞപ്പോഴായിരുന്നു ഇവിടെ നിന്ന് മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോയത്. കാലാവസ്ഥാ മുന്നറിയിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ മറ്റാരെങ്കിലും പോയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ് പോലീസും. അതേപോലെ തന്നെ ഈ ബോട്ടുടമകളുണ്ട്, വള്ളത്തിന്റെ ഉടമകളുണ്ട്, മാത്രമല്ല മത്സ്യത്തൊഴിലാളികളുണ്ട്. ഇനി ആരെങ്കിലും മടങ്ങിയെത്താനുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ഉയർന്ന തിരമാലകളുണ്ട്. ഉയർന്ന തിരമാല മുന്നറിയിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പായി നൽകിയെങ്കിൽ കൂടി ഇന്നലെ കണ്ട ചെറിയൊരു മഴത്തോർച്ചയിലായിരുന്നു ഇവർ കടലിലേക്ക് പോയത്. ഇപ്പോൾ കോസ്റ്റൽ പോലീസ് അടക്കമുള്ള ആളുകൾ ഈ 5 തെങ്ങ് മുതലപ്പൊഴി മാമ്പള്ളി ഭാഗങ്ങളിൽ നേരത്തെ പരിശോധനകൾ നടത്തിയിരുന്നു. ഏതായാലും ഇക്കാണുന്ന ആ പുലിമുട്ട് തന്നെയാണ് മുതലപ്പൊഴിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പുലിമുട്ട് അശാസ്ത്രീയമായി അടുക്കി, അതാണ് മുതലപ്പൊഴിയിൽ അടിക്കടി, പ്രത്യേകിച്ച് ഈ ഹാർബറിലേക്ക് എൻ്റർ ചെയ്യുന്ന ഈ പ്രദേശത്തുകൂടി വെള്ളം വരുമ്പോൾ ഉയർന്ന തിരമാലയിൽപ്പെട്ട് വെള്ളം മറിയുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ്. പലതരത്തിലുള്ള പഠനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ കമ്മീഷന്റെ സിറ്റിംഗ് ഇന്നുണ്ട്. ഈ സിറ്റിംഗിൽ വിവിധ വകുപ്പുകൾ, റവന്യൂ വകുപ്പ്, പോലീസ്, കോസ്റ്റൽ പോലീസിന്റെ വകുപ്പ്, മറ്റ് വകുപ്പുകളെല്ലാം ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കണം മുതലപ്പൊഴിയിലെ ആവർത്തിച്ചുണ്ടാകുന്ന മരണങ്ങളുമായി ബന്ധപ്പെട്ട്. അതേ ദിവസം തന്നെ ഇന്ന് രാവിലെ വീണ്ടും 2 മത്സ്യബന്ധന വള്ളങ്ങൾ അപകടത്തിൽപ്പെടുകയും അതിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ഇന്ന് ന്യൂനപക്ഷ കമ്മീഷന്റെ റിപ്പോർട്ടും അതേപോലെ തന്നെ സിറ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഇക്കാര്യത്തിൽ വളരെ ഗൗരവമുള്ള, വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായി മാറുന്നുണ്ട്. ഇനി നമുക്കറിയാം, ഈ മറ്റാരെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ള പരിശോധനകളും തിരച്ചിലും ഒക്കെ നടക്കുകയാണ്. ആരെങ്കിലും മടങ്ങി തീരത്തേക്ക് എത്താനുണ്ടോ എന്നുള്ള ഇവരുടെ ഒരു എൻക്വയറി അടക്കമുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഏതായാലും വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് ഇന്ന് മുതലപ്പൊഴിയിൽ വീണ്ടും ആവർത്തിച്ചത്. വേണോ? ശരി, മുതലപ്പൊഴിയിൽ വീണ്ടും അപകടം. മത്സ്യത്തൊഴിലാളി മരിച്ചു, 3 പേരെ രക്ഷപ്പെടുത്തി. 2 വള്ളങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. കൂടുതൽ പേർ മത്സ്യബന്ധനത്തിന് പോയിട്ടുണ്ടോ എന്ന ആശങ്കയുണ്ട്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുകയാണ്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.